ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് എങ്ങനെ ഒരു ജെൻഡർ റെക്കഗ്നിഷൻ സിസ്റ്റം നമ്മളെ ആപ്പിൽ, ആൻഡ്രോയിഡ് ആപ്പിൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഡെമോ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, ഒരു ഡേറ്റിംഗ് ആപ്പാണ്. അപ്പോൾ ഞാൻ എന്താണ് ഇതിൽ സൈൻ അപ്പിൽ ഞാൻ ജെൻഡർ നമ്മുടെ ഒരു സെൽഫി അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെച്ചിട്ട് ജെൻഡർ റെക്കഗ്നിഷൻ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ജെൻഡർ റെക്കഗ്നിഷൻ സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് ക്വിക്ക് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇതിന്റെ പ്രോഗ്രാം കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെക്സ്റ്റ് ഫയലായിട്ട് ഞാൻ ഇതിന്റെ ഡൗൺലോഡ് കൊടുക്കുന്നുണ്ട്. ഈ പ്രോഗ്രാംസ് ഒക്കെ പാടി ഞാൻ ആഡ് ചെയ്യേണ്ട പ്രോഗ്രാംസ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, അത്ര ഒന്നും. ഞാൻ ഇതൊരു ക്വിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഡെമോ കാണിച്ച് നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സൈനപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ജെൻഡർ വെരിഫിക്കേഷന്റെ ഒരു ഇത് വരും. ഓക്കെ, നമ്മൾ ലേഔട്ട് വരും. നമ്മളിവിടെ അപ്ലോഡ് സെൽഫി ഓഫ് യുവർ ഫേസ് ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ക്യാമറ വേണോ ഗാലറി വേണോ എന്ന്. ഇപ്പം നമുക്ക് ക്യാമറ മാത്രം മതി എന്നുണ്ടെങ്കിൽ ക്യാമറ മാത്രം കൊടുക്കുന്നതാവും നമ്മളൊരു സൈനപ്പ് സിസ്റ്റം ഇതിൽ ഏറ്റവും ബെറ്റർ. കാരണം ഗാലറി ആകുമ്പോൾ അവർക്ക് ഏത് ഫോട്ടോ കൊടുക്കാം, ക്യാമറ നമ്മൾ അത്രയ്ക്ക് ബെറ്റർ. അപ്പോൾ ഗാലറി ഞങ്ങൾക്ക് കാണിച്ചാൽ ഇമുലേറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ക്യാമറ പറ്റൂല, അതുകൊണ്ട് ഞാൻ ഗാലറി ആക്കി കാണിച്ചു തരാം. ഓക്കെ, ഗാലറിയിൽ നിന്ന് ഞാൻ 2 ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമായി ഈ മെയിലിന്റെ സെൽഫി നമുക്ക് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും മെയിൽ എന്ന് വന്നു. നമ്മളെ ഫോട്ടോ കണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഫോട്ടോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ സിസ്റ്റം മെയിലാണെന്ന് റെക്കഗ്നൈസ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇനി ഫീമെയിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അതാ നമ്മുടെ സിസ്റ്റം ഇപ്പോൾ അത് ഫീമെയിൽ ആണെന്നുള്ളതും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ബിഗിനേഴ്സിന് കുറച്ച് ഇതാവും, അതായത് കുറച്ച് ഫയർ ബേസിനെ കുറിച്ചും കുറച്ചൊക്കെ ഒരു ഐഡിയ ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് എന്താണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെ ഫോട്ടോ എന്താണ് പബ്ലിക്കായിട്ട് അവൈലബിൾ ആവുന്ന ഒരു നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ ഫയർ ബേസിന്റെ ഫയർ സ്റ്റോറിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. നമ്മളൊരു ആപ്പ് ബിഗ് പ്യൂരിഫൈ എന്ന് പറഞ്ഞ ഒരു ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞങ്ങൾക്ക് അതൊരു കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ അവരുടെ വെബ്സൈറ്റ് ബിഗ് പ്യൂരിഫൈ. ഇത് മെയിൻലി നമ്മുടെ ഫോട്ടോസ് പ്യൂരിഫൈ ചെയ്യണം. കാരണം അവർ പറഞ്ഞ ബിഗ് പ്യൂരിഫൈ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോട്ടോയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കണ്ടന്റ് അതുപോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് അത് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലുള്ളതാണ് നമ്മളെ ഫേസ് ജെൻഡർ ഏജ് ഡിറ്റക്ഷൻ ഉള്ള ഈ ഒരു API. ഓക്കെ, ഈ ഒരു സിസ്റ്റം അതിലുള്ളതാണ്. നമുക്ക് ഒരു ഫ്രീ API ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്, ഓൾറെഡി ഞാൻ ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഏജ് മൈനർ ആണോ മേജർ ആണോ, അതുപോലെ ഇതാണ് ജെൻഡർ ഒക്കെ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. API ഡോക്യുമെന്റ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും എങ്ങനെയാണിത് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ഇതൊന്നും ഇപ്പൊ ഞാൻ കാണിക്കണില്ല, ഞാൻ ജസ്റ്റ് എന്ത് പ്രോഗ്രാം മാത്രം കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഓൾറെഡി ഇതിന്റെ ഒരു ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്തു, ജെൻഡർ വെരിഫിക്കേഷൻ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്തു. അതിന്റെ ലേഔട്ട് ഞാൻ ഇവിടെ. ഓക്കെ, ആക്ടിവിറ്റി ജെൻഡർ വെരിഫിക്കേഷനിൽ ആ ലേഔട്ടും ഒരു സിമ്പിൾ ലേഔട്ടും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടതുപോലത്തെ ഒരു ലേഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള ലേഔട്ട്. നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യാനുള്ളൊരിത് ലേഔട്ട് ഉണ്ട്, ഇമേജ് ലേഔട്ട് ഉണ്ട്, പിന്നെ നമ്മുടെ ടെക്സ്റ്റ് വ്യൂ ഉണ്ട്, നമ്മുടെ ജെൻഡർ വ്യൂ കാണിക്കാൻ ടെക്സ്റ്റ് വ്യൂ ഉണ്ട്, പിന്നെ ചെറിയൊരു 2 ചെറിയ ടെക്സ്റ്റ് വ്യൂസ് ഉണ്ട്, പിന്നെ ഒരു ബട്ടൺ ആണ് ഉള്ളത്. ഓക്കെ, കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഇതൊക്കെ ലിങ്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ആഡ് ചെയ്യേണ്ട പ്രോഗ്രാംസ് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓൾറെഡി ഫയർ ബേസിനായിട്ട് കണക്ട് ചെയ്ത് വെച്ച ആപ്പാണ്. അതുകൊണ്ട് ഞാൻ ഫയർ ബേസിലോട്ടാണ് ഞാൻ ഇവിടെ യൂസർ കൊടുക്കുന്ന ഫോട്ടോ ഞാൻ ഫയർ ബേസിലോട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ, നമ്മുടെ APIക്കുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ മെയിൻ ആക്ടിവിറ്റിക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ആദ്യം പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഓക്കെ, ഫയർ ബേസിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയണില്ല. ഫയർ ബേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കുറച്ച് ലോങ് ആയി പോകും. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ API ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 സെക്ഷൻ ആയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് APIന്റെ എൻഡ് പോയിന്റും അതുപോലെ API കീ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, ഞാൻ ഫുള്ള് API കറക്റ്റ് എങ്ങനെ ഒരു API വരും എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം ഇതിൽ കൊടുക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾ ഈ ഇമേജ് URL അവിടെ മാത്രം മാറ്റി കൊടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ അവരെ എൻഡ് പോയിന്റ് വരും. അതിന് ശേഷം നമ്മൾ ടാസ്ക് കൊടുക്കണം, ഫേസ് ജെൻഡർ ഏജ് ഡിറ്റക്ഷൻ കൊടുക്കണം. ശേഷം നമ്മൾ API കീ നിങ്ങൾ ഏത് API കീ ആണോ നിങ്ങളത് അത് കൊടുക്കണം. ഓക്കെ, അതിന് ശേഷം ചെയ്യാനുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ പെർമിഷൻ കൊടുക്കണം. നമുക്ക് ഇങ്ങനെ നമ്മൾ ക്യാമറയാണോ ഗാലറി ആണോ എന്നൊക്കെ ഉള്ളതിന് നമുക്ക് പെർമിഷൻ, ആൻഡ്രോയിഡ് ആപ്പിന്റെ പെർമിഷൻ നമുക്ക് അച്ചീവ് ചെയ്യണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം പെർമിഷൻ കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. പെർമിഷൻ കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ക്യാമറ റിക്വസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മളൊരു എന്താണ് യൂണീക്ക് കോഡ് കൊടുക്കുക. ഞാൻ ജസ്റ്റ് 100, 200, 400, 300 അങ്ങനെ യൂണീക്ക് കോഡ്സ് കൊടുത്തതാണ്. ക്യാമറ റിക്വസ്റ്റ് കോഡ്, സ്റ്റോറേജ് റിക്വസ്റ്റ് കോഡ്, ഇമേജ് പിക് ക്യാമറ റിക്വസ്റ്റ് കോഡ്, ഇമേജ് പിക് ഗാലറി റിക്വസ്റ്റ് കോഡ്. ഇത് ക്യാമറ റിക്വസ്റ്റ് കോഡ് പറഞ്ഞാൽ നമ്മളെ എന്താണ് മൊബൈൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമല്ലോ, നമുക്ക് എന്താണ് ഈ എന്താണ് ഇത് ഈ ഒരു പെർമിഷൻ കൊടുക്കണം എന്നുള്ളത് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ക്യാമറ റിക്വസ്റ്റ് കോഡും വേണം, അതുപോലെ സ്റ്റോറേജ് റിക്വസ്റ്റ് കോഡും വേണം. ഇതിന് ശേഷം നമ്മൾ അത് കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇമേജ് ഗാലറിന്ന് വേണോ അതോ ക്യാമറയിൽ നിന്ന് എടുക്കണം എന്നുള്ളതിനാണ് ഈ ഒരു ഇമേജ് പിക് ക്യാമറ റിക്വസ്റ്റും അതുപോലെ ഇമേജ് പിക് ഗാലറി റിക്വസ്റ്റും. അതിനു മുമ്പ് നമ്മുടെ ആൻഡ്രോയിഡ് manifest.xml ഇന്റർനെറ്റ് പെർമിഷൻ കൊടുക്കണം, അതുപോലെ ക്യാമറ പെർമിഷൻ കൊടുക്കണം, അതുപോലെ പിന്നെ റൈറ്റ് എക്സ്റ്റേണൽ സ്റ്റോറേജ് പെർമിഷനും കൊടുക്കണം. ഈ ഒരു ഇതിൽ ആക്സസ് നെറ്റ്വർക്ക് സ്റ്റേറ്റ് വേണ്ട, അത് ഈ ഒരു മേലത്തതും ആദ്യത്തെ രണ്ടെണ്ണം മതി. ഓക്കെ, അതിന്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം, ക്യാമറ പെർമിഷനും സ്റ്റോറേജ് പെർമിഷനും. അതായത് ക്യാമറ പെർമിഷന് എന്താണ് രണ്ട് പെർമിഷൻ ആവശ്യമുണ്ട്. അതായത് കാണിച്ചു തരാം. ഫസ്റ്റ് എന്ത് ചെയ്യാം, രണ്ട് അറേ ക്രിയേറ്റ് ചെയ്യാം. സ്ട്രിംഗ് ക്യാമറ പെർമിഷനും സ്റ്റോറേജ് പെർമിഷനും അറേ ക്രിയേറ്റ് ചെയ്യാം. അതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മുടെ അത് ഇവിടെ അറേസ് എന്ത് ചെയ്യാം ഇനീഷ്യലൈസ് ചെയ്യാം. അതായത് ക്യാമറ പെർമിഷൻ നമുക്ക് ന്യൂ സ്ട്രിംഗ് കൊടുത്തതിൻ്റെ ഉള്ളിൽ നമ്മളെ manifest.permission.camera അതുപോലെ manifest.permission.write external സ്റ്റോറേജ് പെർമിഷൻ വേണം. സ്റ്റോറേജ് പെർമിഷൻ നമുക്ക് ജസ്റ്റ് നമ്മളെ റൈറ്റ് എക്സ്റ്റേണൽ സ്റ്റോറേജ് പെർമിഷൻ മാത്രം മതി. അത് രണ്ടും ചെയ്യാം. ഓക്കെ, ശേഷം നമുക്ക് ഞാൻ ഓൾറെഡി എൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, കുറച്ച് ഇന്റർമീഡിയറ്റ് ആ ലെവലിലത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബിഗിനേഴ്സിന് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഫസ്റ്റ് ടൈം ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ഓക്കെ, പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ഇമേജ് പിക്ക് ഡയലോഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോറി ലാസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം ഞാൻ പെർമിഷൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, ക്യാമറ പെർമിഷൻ സ്റ്റോറേജ് പെർമിഷനും അറേ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ അറേ ഇനീഷ്യലൈസ് ചെയ്തു. ഈ പ്രോഗ്രാംസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ അടിയിൽ ടെക്സ്റ്റ് ഫയൽസിൽ അവൈലബിൾ ആണ്, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ഫോളോ ചെയ്താൽ മതി, ജസ്റ്റ് നോക്കിയാണ്ട് പൗസ് ചെയ്ത് ഫോളോ ചെയ്താൽ മതി. ശേഷം ഞാൻ ഒരു ഷോയിമേ ഫസ്റ്റ് റിക്വസ്റ്റിൽ കാണിച്ചു തരാം. ഓക്കെ ഫസ്റ്റ് പിന്നെ എന്ത് ചെയ്യാം, ചെക്ക് സ്റ്റോറേജ് പെർമിഷൻ വേണം. നമ്മളൊരു ബൂളിയൻ റിസൾട്ട് കൊടുത്തിട്ട് ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണില്ല, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, പെർമിഷൻ ഗ്രാൻറ്റഡ് ആണോ, ചെക്ക് സ്റ്റോറേജ് പെർമിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും പെർമിഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടോ ഇല്ല, ഇനി എന്താണ് പെർമിഷൻ, എന്താണ് ട്രൂ ആണോ ഫാൾസ് ആണോ, അതാണ് പെർമിഷൻ എന്താണ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെക്ക് സ്റ്റോറേജ് പെർമിഷനും അതുപോലെ റിക്വസ്റ്റ് സ്റ്റോറേജ് പെർമിഷൻ എന്താണ് അഥവാ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് കൊടുത്തിട്ടില്ല എന്താണ് പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളതാണ് റിക്വസ്റ്റ് സ്റ്റോറേജ് പെർമിഷൻ. ഇതൊക്കെ ആൻഡ്രോയിഡിൽ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ഇതാണ്ട് യൂസ് ചെയ്യലാണ്, അല്ലാതെ നമ്മൾ ഇതിനായിട്ട് നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്തൊന്നുമല്ല. ഡിഫോൾട്ട് ആയിട്ട് ഈ ഒരു പ്രോഗ്രാംസ് തന്നെയാണ് നമ്മൾ എന്താണ് പെർമിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യല്, പെർമിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് ചെക്ക് ക്യാമറ പെർമിഷനും അതുപോലെ ക്യാമറ പെർമിഷൻ ആകുമ്പോൾ രണ്ട് വേണം, ക്യാമറന്റെ പെർമിഷൻ വേണം, നമ്മളെ റൈറ്റ് എക്സ്റ്റേണൽ സ്റ്റോറേജിന്റെ പെർമിഷനും ആവശ്യമുണ്ട്. അതുകൊണ്ട് റിസൾട്ട് 1 കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ റിക്വസ്റ്റ് ക്യാമറ പെർമിഷൻ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഓൺ റിക്വസ്റ്റ് പെർമിഷൻ റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഓൺ റിക്വസ്റ്റ് പെർമിഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോ കംപ്ലീറ്റ് ആവാനുള്ളത് വരും. ഇതൊക്കെ ഒരുവിധം ഓട്ടോ കംപ്ലീറ്റഡ് കോഡാണ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അതിനുള്ള ഒരു സ്വിച്ച് ഫംഗ്ഷൻ സ്വിച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ റിക്വസ്റ്റ് കോഡ് അതിൽ കൊടുക്കാം. ഓക്കെ, കേസ് ക്യാമറ റിക്വസ്റ്റ് കോഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനനുസരിച്ചുള്ള ഫംഗ്ഷൻസ് കൊടുക്കുക, അത് ബ്രേക്ക് ചെയ്യുക. അല്ലെങ്കിൽ അഥവാ സ്റ്റോറേജ് റിക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇതും കൊടുക്കുക, കണ്ടീഷൻസും കാര്യങ്ങളും കൊടുക്കുക. ഓക്കെ, അത് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓൺ ആക്ടിവിറ്റി റിസൾട്ട് കൊടുക്കണം. അതിന്റെ അതും ഇതുപോലെ നമ്മളെ
ഓൺ റിക്വസ്റ്റ് പെർമിഷൻ റിസൾട്ട് പോലെ നമ്മൾ ഓൺ ആക്ടിവിറ്റി റിസൾട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോ കംപ്ലീറ്റ് ആവും. അതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മുടെ റിസൾട്ട് കോഡ് ഇതാണ് ഈ ഒരു റിസൾട്ട് കോഡ്. അത് നമ്മളിന്ന് റിസൾട്ട് ഓക്കെ റിസൾട്ട് ഓഫ് ദ ഓട്ടോ നമ്മളതൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളതൊക്കെ നമ്മളെ ഓൾറെഡി പ്രീ ബിൽട്ട് ആയിട്ടുള്ള ഓരോരോ സെറ്റപ്സ് ആണ്. ഓക്കെ, റിസൾട്ട് ഓക്കെ കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇതൊന്നും കാര്യമായിട്ട് അറിയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഫുള്ള് പറയാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ വളരെ ലോങ് പോകും. ഞാൻ മാക്സിമം ചെറുതാക്കിയിട്ട് പറയാനാണ്. കാരണം നമ്മൾ ഇതിൽ മെയിൻലി ഇത് സംഭവം ഈ ഒരു API മെഷീൻ ലേണിംഗ് ബേസ്ഡ് ആണ്. പക്ഷെ നമ്മൾ ഇതിൽ മെഷീൻ ലേണിംഗ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നമ്മൾ ഈ ഒരു APIയുടെ സഹായത്തോടെ ജസ്റ്റ് ഇത് അച്ചീവ് ചെയ്യുന്നു. ഇതൊക്കെ അങ്ങനത്തെ സ്റ്റാക്ക് ഓവർഫ്ലോയിലൊക്കെ കിട്ടണ പ്രോഗ്രാം തന്നെയാണ്. അതുകൊണ്ട് അത് കൂടുതൽ പറയണില്ല. ഓക്കെ, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫയർ ബേസിലോട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വേറെ ഏതെങ്കിലും ആണ് സർവീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലോട്ട് എന്ത് ചെയ്യാം, ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ URL ഞാൻ അപ്ലോഡ് ചെയ്യണ ഫംഗ്ഷനിൽ ഞാൻ എൻ്റെ URL ഇവിടെ ഗെറ്റ് ചെയ്യുന്നുണ്ട്. എന്താ നമുക്ക് ഞാനൊരു ഫൈനൽ URL ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു URL ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടെ നമ്മളെ നെറ്റ്വർക്കിങ്ങിൻ്റെ ഇതും ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്കിങ് നമ്മുടെ ഈ APIക്ക് നമ്മുടെ ഫോട്ടോ കൊടുത്ത് അത് എന്താണ് മെയിൽ ആണോ ഫീമെയിൽ ആണോ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം എൻ്റെ അതിലോട്ട് ആ ഫോട്ടോ ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം എന്താണ് ഞാൻ ആപ്പ് സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഞാൻ റിക്വസ്റ്റ് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മളെ പെർമിഷൻ റിക്വസ്റ്റ് ഞാൻ ആപ്പ് നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റിന്റെ ഓൺ സ്റ്റാർട്ട് തന്നെ ഞാൻ പെർമിഷൻ ഒക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്, ഓക്കെ, ഓൺ ബാക്ക് റിസൾട്ട്. സോറി, അത് ജെൻഡർ വെരിഫിക്കേഷൻ ആക്ടിവിറ്റിയിലല്ല. ഞാൻ ഓൾറെഡി നമ്മുടെ മെയിൻ ആക്ടിവിറ്റിയിലാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. പെർമിഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മെയിൻ ആക്ടിവിറ്റിയിലാണ്. അതായത് നമ്മുടെ ഇതാണ് അവിടെ കാണിച്ചത്. അതുപോലെ എന്ത് ചെയ്യാം, ഇവിടെ ചെയ്താൽ മതി. ഞാൻ നേരത്തെ അവിടെ കാണിച്ച സെയിം സംഭവം എന്ത് ചെയ്യാം, ഇവിടെ പെർമിഷൻ ആഡ് കൊടുക്കുക. അവിടെ ആണെങ്കിൽ ഞാൻ എന്താണ് ഈ ഒരു ഇമേജ് ഇത് അതായത് ഇമേജ് പിക് ക്യാമറ റിക്വസ്റ്റ് കോഡും ഇമേജ് പിക് ഗാലറി റിക്വസ്റ്റ് കോഡും എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കുക. നമ്മുടെ ജെൻഡർ വെരിഫിക്കേഷൻ ആക്ടിവിറ്റിയിൽ മെയിൻ ആക്ടിവിറ്റിയിൽ എന്ത് ചെയ്യുക, നമ്മളെ പെർമിഷൻസ് മാത്രം ക്യാമറ റിക്വസ്റ്റ് കോഡും സ്റ്റോറേജ് റിക്വസ്റ്റ് കോഡും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. എന്ത് ചെയ്യുക, നമ്മുടെ പെർമിഷൻസ് കൊടുക്കുക, കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ അഥവാ നിങ്ങൾക്ക് മെയിൻ സ്ക്രീൻ ഇതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്പൺ ലോഞ്ച് ആകുമ്പോൾ എന്താണ് ആക്ടിവിറ്റി നമ്മുടെ ജെൻഡർ റിക്കഗ്നിഷൻ ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിക്വസ്റ്റ് പെർമിഷൻ അവിടെ തന്നെ കൊടുക്കുക. ഞാൻ മെയിൻ ആക്ടിവിറ്റിക്ക് ഒരു എന്താണ് ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി നമ്മൾ ലോഗിൻ ആണോ സൈനപ്പ് ആണോ ചെയ്യേണ്ടി എന്നുള്ളത് ചോദിക്കുന്ന ഒരു ഇതുണ്ട്. അതായത് ഞാൻ ഒരു ആപ്പ് ഫസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു സ്ക്രീൻ ആവും വരില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ എവിടെയാണോ വരുന്നത് അവിടെ കൊടുക്കുക. അതായത് എങ്ങനെയായാലും ഈ ഒരു കാണിച്ച രീതിയിലാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ ഇത് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഫസ്റ്റ് എന്ത് ചെയ്യുക, ഓൺ സ്റ്റാർട്ടിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷൻ കൊടുക്കുക. നമ്മുടെ ആ ഒരു ക്യാമറ പെർമിഷൻ ചെക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻസ് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക. ചെക്ക് ക്യാമറ പെർമിഷൻ അല്ലാന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക. അതുപോലെ മറ്റേതും ചെയ്യാം. സ്റ്റോറേജ് പെർമിഷൻ നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക. ഒരു രണ്ട് കണ്ടീഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അത്ര ഉള്ളൂ. നമുക്ക് നമ്മുടെ ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാൻ മതി, എങ്ങനെ റിക്വസ്റ്റ് ക്യാമറ പെർമിഷനും എന്താണ് സ്റ്റോറേജ് പെർമിഷൻ എക്സ്റ്റേണൽ സ്റ്റോറേജ് പെർമിഷൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് എന്താണ് സ്റ്റാക്ക് ഓവർഫ്ലോയിലൊക്കെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇതൊക്കെ എന്താണ് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള കോഡാണ്. ഞാൻ ഓൾറെഡി ഫയർ ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫയർ ബേസ് കുറച്ച് അറിയണവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫയർ ബേസിലോട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ ഇമേജ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ അപ്ലോഡ് ചെയ്യാൻ എന്താണ് നമ്മുടെ സെലക്ട് ചെയ്യുന്ന ഫോട്ടോ, അതായത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിക് ഫ്രം ഗാലറി, അതന്നെ പിക് ഫ്രം ക്യാമറ പിക് ഫ്രം ഗാലറീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഫംഗ്ഷൻസും ഞാൻ നമ്മുടെ ടെക്സ്റ്റ് ഫയലിൽ ആഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പിക് ഗാലറിയും ഇതിന് പിക്ക് ചെയ്യലെന്നുള്ളത്. ഓക്കെ, ഈ പിക് ഫ്രം ഗാലറിയും പിക് ഫ്രം ക്യാമറ നമുക്ക് കോൾ ചെയ്യേണ്ടത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ
ഞാൻ എന്താണ് ഒരു അലേർട്ട് ഡയലോഗ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഈ ഒരു ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴുള്ള ഗാലറി, അതായത് ക്യാമറ, അത് കണ്ടില്ലേ, ഷോ ഇമേജ് പിക് ഡയലോഗ് നമ്മൾ ഈ ഒരു എന്താണ് ഒബ്ജക്ട് ഈ ഒരു വിഡ്ജറ്റും, അതായത് ഈ ഒരു ലേഔട്ടിന്റെ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ല ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഇമേജ് പിക് ഡയലോഗ് വരും. അതിൽ ക്യാമറ ഗാലറി ഉണ്ട്, ഏതാണ് സെലക്ട് ചെയ്യണത് അതിനനുസരിച്ച് നമുക്ക് എന്തായാലും ചൂസ് ചെയ്യാം. ഓക്കെ, അവിടെയാണ് ഇത് ഈ ഒരു പെർമിഷന്റെ ഇത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാം, ഇത് ഓൾറെഡി ഇവിടെ മെയിലിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചെയ്താലും മതി. അവിടെ പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ പെർമിഷൻ ചോദിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഫംഗ്ഷനും ഈ ഒരു ഫംഗ്ഷനും അതുപോലെയുള്ള മെയിൻ ഫംഗ്ഷനൊക്കെ ഞാൻ ഒരു ടെക്സ്റ്റ് ഫയൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വീഡിയോ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പിക്ടിഫൈൻ്റെ എന്താണ് ഡോക്സ് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ നെറ്റ്വർക്കിംഗ് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ അത് നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബിൽഡ് ഡോട്ട് ഗ്രേഡിൽ നമ്മൾ എന്ത് ചെയ്യണം, സോറി അത് സെക്കൻഡ് ബിൽഡ് ഡോട്ട് ഗ്രേഡിൽ നമ്മുടെ ഇവിടെ ലൂപ്ജന്റെ അസിങ്ക് HTTP ഇംപ്ലിമെന്റ് ചെയ്യണം, ഡിപ്പെൻഡൻസി ഇംപ്ലിമെന്റ് ചെയ്യണം. എന്താണ് ഇംപ്ലിമെന്റേഷൻ, ഈ ഒരു എന്താണ് ഡിപ്പെൻഡൻസി ഞാൻ ആ ടെക്സ്റ്റ് ഫയൽ കൊടുത്തിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ലൂപ്ജെ എന്ന് ടൈപ്പ് ചെയ്തിട്ട് loopj.com ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ജെയിംസ് സ്മിത്തിന്റെ ആ ഒരു വെബ്സൈറ്റിലോട്ട് പോകുന്നതാണ്. മെയിൻലി ആൻഡ്രോയിഡ് യൂസ് ചെയ്യണ എന്താണ് ആൻഡ്രോയിഡ് യൂസ് ചെയ്യണ HTTP ക്ലയന്റ്. ഇവിടെ asynchronous HTTP ക്ലയന്റ് ഫോർ ആൻഡ്രോയിഡ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഡിപ്പെൻഡൻസിയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പ്രൊജക്ട് ഡിപ്പെൻഡൻസിയിൽ 2 ബിൽഡ് ഡോട്ട് ഗ്രേഡിൽ ഉണ്ടാവും. പ്രൊജക്ട് ബിൽഡ് ഡോട്ട് ഗ്രേഡിലും മോഡ്യൂൾ ബിൽഡ് ഡോട്ട് ഗ്രേഡിലും ഉണ്ടാവും. മോഡ്യൂൾ ബിൽഡ് ഡോട്ട് ഗ്രേഡിലാണ് ഡിപ്പെൻഡൻസീസ് ഉണ്ടാവില്ല, അവിടെ എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് നെറ്റ്വർക്കിംഗ് ആണ് ചെയ്യേണ്ടത്. നെറ്റ്വർക്കിംഗ് ഞാൻ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തു, നമ്മളെ നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ അസിങ്ക് ചെയ്തു, ഒരു ക്ലയന്റ് ക്രിയേറ്റ് ചെയ്തു, ശേഷം ചെയ്തു നമ്മളെ URL പാസ് ചെയ്ത് കൊടുത്തു. അത്ര തന്നെ ഉള്ളൂ. ഇതൊക്കെ ഞാൻ അധികം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ JSON റെസ്പോൺസ് എടുത്ത ശേഷം ഞാൻ ജെൻഡറും നമ്പർ ഓഫ് ഫേസസ് എടുത്തിട്ടുണ്ട്. ഞാൻ നമ്പർ ഓഫ് ഫേസസ് കൊടുക്കാൻ തരില്ല, ജെൻഡറാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്താണ് എടുക്കുന്നത്. ജെൻഡർ ഇതൊക്കെ ഞാൻ അതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആഡ് ചെയ്ത ടെക്സ്റ്റ് ഫയലിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാൻ മതി, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇത്ര ഉള്ളു സംഭവം. പിന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഒക്കെ ഈ ഒരു ഞാനൊരു അപ്ലോഡ് ഫോട്ടോ എന്നുള്ളൊരു ഏരിയയിലാണ് ഫുൾ ഇത് ഫങ്ഷൻസ്, അതായത് നമ്മുടെ ഫുള്ള് നെറ്റ്വർക്കിംഗ് ഫംഗ്ഷൻ ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഞാൻ അതിനുള്ളിലാണ് നമ്മൾ URL ഒക്കെ വെക്കുന്നത്. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫയർ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോയുടെ URL നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്ട്രിങ് ആയിട്ട് ഞാനിവിടെ URL എന്നൊരു സ്ട്രിങ് എടുത്തിട്ട് സ്ട്രിങ് വേരിയബിൾ URL ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫൈനൽ URL അറിയാൻ ഓൾറെഡി ML ആഡ് ചെയ്ത് കൊടുത്ത എൻഡ് പോയിന്റും API എൻഡ് പോയിന്റും അതുപോലെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു URL ഇമേജ് എന്നുള്ളത് നമ്മുടെ ഇതിൽ വരുന്നതാണ്. ആ ഒരു പാസ് ചെയ്യേണ്ട URL വരുന്ന ഒരു ഇതാണ്, ടാഗാണ്. അപ്പൊ ഞാൻ കറക്റ്റ് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്, ഞാൻ ടെക്സ്റ്റ് ഫയൽ കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഒരു ഫുൾ URL എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും. API എങ്ങനെ കോൾ ചെയ്യണം അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ API കീയും അതുപോലെ നമ്മളിവിടെ ഈ ഒരു URL-ഉം ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ശേഷം ഞാൻ നെറ്റ്വർക്കിംഗ് ഇവിടെ കോൾ ചെയ്തു. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഫോട്ടോ അവിടെ ലോഡ് ചെയ്യാനതൊന്നും ആവശ്യമുള്ളതല്ല. നെറ്റ്വർക്കിംഗ് ഞാനിവിടെ ആ ഒരു ഫൈനൽ URL വെച്ചിട്ട് നെറ്റ്വർക്കിംഗ് കോൾ ചെയ്തു. ഇത്രേ ഉള്ളൂ നമുക്ക് ചെയ്യേണ്ട കാര്യം. പിന്നെ ശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് അഥവാ എന്താണ് ഡിലേ കൊടുക്കുന്നുണ്ട്. ഞാൻ ഹാൻഡ്ലർ യൂസ് ചെയ്തിട്ട് ചെറിയതായിട്ട് ഒരു ഡിലേ കൊടുക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് നെറ്റ്വർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അല്ല, വെള്ളം പെട്ടെന്ന് വരും, എന്നാലും ഒരു വെറുതെ ഒരു ഡിലേ കൊടുക്കുന്നുണ്ട്. ഞാനൊരു പ്രോഗ്രസ് ബാർ റൺ ചെയ്യാനുള്ള ഒരു ഡിലേ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് എത്ര ഉള്ളൂ സംഭവം സിമ്പിൾ ആണ്. കുറച്ച് ആരും ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഇടയിൽ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൽ നിങ്ങൾക്ക് മെയിൻലി ആവശ്യമുള്ള പ്രോഗ്രാംസ് ഒക്കെ ഞാൻ ആഡ് നിങ്ങൾക്ക് അനുസരിച്ച് അത് എന്ത് ചെയ്യുക, ട്വീറ്റ് ചെയ്ത് മാറ്റി കൊടുക്കുക. ഓക്കെ, സൈനപ്പ് പോവാം. ക്യാമറ ചൂസ് ചെയ്യേണ്ട ഒരു ക്യാമറ ചൂസ് ചെയ്യുക. പക്ഷേ ഞാൻ ഇമുലേറ്റർ ആയതുകൊണ്ട് ഗാലറി ചൂസ് ചെയ്യാണ്. ക്യാമറ ബേസ്റ്റ് നമ്മളൊരു നോർമൽ ഫോട്ടോ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ ഫോട്ടോ എടുത്താൽ
നമുക്ക് അറിയാം അത് ഡിറ്റക്ട് ചെയ്യും മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത്. പിന്നെ ഈ പോസ്റ്റ് ഡീൽ മനസ്സിലായില്ല എന്തിനാ ഹാൻഡിലർ കൊടുത്തത് എന്നുള്ളത് കുറച്ച് ഈ ഒരു ഡാറ്റ കിട്ടിയ ശേഷം എന്താണ് നമ്മളെ പ്രോഗ്രസ് ബാർ പോകാനാണ് ഞാൻ ഈ ഒരു ഹാൻഡിലർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മെയിൽ അതുപോലെ ഇത് ഫീമെയിലിന്റെ ഫോട്ടോ കൊടുത്താണ് ഫീമെയിൽ. അതുപോലെ ഈ ഒരു പിക്യൂരിഫൈ എന്നുള്ള ആപ്പിയിൽ അല്ല ഈ ഒരു പിക്യൂരിഫൈയില് എന്താണ് പല ആപ്പീസ് ഉണ്ട്, പല നമ്മളെ കുറെ കാര്യങ്ങളുണ്ട്. വെപ്പണ്, ഫോണ്, ഡ്രഗ്, മണി, നമ്മുടെ ഒബ്സീൻ ഗസ്റ്റേഴ്സും ഹെയ്റ്റ് സൈൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള പല സംഭവങ്ങളുണ്ട്. എന്ത് ചെയ്യാം, കോളേജ് പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്, നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഇത് എന്താണ് നമ്മൾ എന്താണ് പബ്ലിഷ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൊടുക്കണം. നമുക്ക് ഇത്ര കണക്കുണ്ട്, എത്രയോ യൂണിറ്റ് ലെഫ്റ്റ്, അങ്ങനെ ഒരു കണക്കുന്നുണ്ട്. കണക്ക് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പുതിയ പ്ലാൻസ് ബൈ ചെയ്യണം. ഓക്കെ, അവിടെ പോയിട്ട് പ്രൈസിങ് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. കാരണം എന്താണ് വലിയ ഇതൊന്നുമില്ല, പക്ഷെ നമ്മൾ എന്താണ് ജസ്റ്റ് 2000 ഫ്രീ യൂണിറ്റ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഫ്രീ ആയിട്ടുള്ളത്. പിന്നെന്താണ് നമ്മൾ വലിയ പ്രൊജക്റ്റിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ എന്താണ് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ഏതായാലും ആവശ്യമുള്ള പ്രോഗ്രാംസ് ഒക്കെ ഞാനൊരു ടെക്സ്റ്റ് ഫയലിൽ കൊടുക്കുന്നുണ്ട്, ഏതായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ സീ യു ഗൈസ്.